എൻ്റെ ഗാർഡൻ്റെ ഇറിഗേഷൻ സിസ്റ്റമാണ് ഈ വർക്ക് ചെയ്യണത്. ഇത് കണ്ടോ, ഇത് ആവശ്യത്തിന് മാത്രം മേളിലേക്ക് പോപ്പ് പൊങ്ങി വരും. എന്നിട്ട് എല്ലാ സ്ഥലത്തും ഒരേപോലെ വെള്ളം സ്പ്രെഡാകും. ഇത് നമ്മൾ ഒന്നും ചെയ്യേണ്ട കേട്ടോ, ഓട്ടോമാറ്റിക്കാണ്. രാവിലെ 7 മണി എന്നുള്ള സമയം ഉണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യും. പിന്നെ വൈകിട്ട് 5:30 മുതൽ ഈ സൈഡ് ഒരു 2 മിനിറ്റ് വർക്ക് ചെയ്യും. ഇത് കട്ടാകുമ്പോൾ അപ്പുറത്തെ സൈഡ് വേറെ ഉണ്ട്, അവിടെ ഒരു 3.5 മിനിറ്റ് വർക്കാകും. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. നമ്മൾ സ്വിച്ച് ഇടാനോ വാൽവ് തിരിക്കാനോ ഒന്നിനും പോകേണ്ട കാര്യമില്ല. ഇത് കട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്ക് അപ്പുറത്തെ സൈഡ് വർക്കാകും. ഇച്ചിരി എക്സ്പെൻസീവാണ് കേട്ടോ ഈ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യണത്. ഇച്ചിരി എക്സ്പെൻസീവാണ്. എയർ അഗ്രിടെക് എന്ന ടീമാണ് നമുക്ക് ഈ വർക്ക് ചെയ്തേക്കണത്. നമുക്ക് നല്ലൊരു മുതൽ മുടക്കം ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത്. ഇത് തന്നെ ഇവരുടെ സിസ്റ്റം ഫുള്ളായിട്ട് നല്ല ഭംഗിയായിട്ട് എല്ലായിടത്തും ഈ അവിടെ ചെയ്തതല്ല ഇവിടെ ചെയ്തേക്കണം, രണ്ടും ഡിഫറൻ്റാണ്. ഇത് കണ്ടോ, ഇത് ഇച്ചിരി ലോങ്ങിൽ വെള്ളം വീഴുന്ന സിസ്റ്റമാണ്, മറ്റേത് സ്പ്രിങ്ക്ലർ സിസ്റ്റമാണ്. ഇത് രണ്ടാണ്. അത് കഴിഞ്ഞ് ഉപയോഗം കഴിഞ്ഞ് ഇതെല്ലാം താന്ന് ഭൂമിക്ക് അടിയിലേക്ക് പോകും. വേറെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഗാർഡനകത്ത് പുല്ല് വെട്ടുമ്പോഴൊന്നും നമ്മുടെ സ്പ്രിങ്ക്ലറിന് ഡാമേജ് ഒന്നും വരത്തില്ല. ഓരോ സ്പ്രിങ്ക്ലറും അടുത്തതിൻ്റെ സ്പ്രിങ്ക്ലറിൻ്റെ ചുവട്ടിൽ വരെ ചെല്ലും. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഈക്വലായിട്ട് വെള്ളം കിട്ടാവുന്നൊരു സെറ്റപ്പാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷനും ഇല്ല. കാര്യം സാധാരണ ഗാർഡൻ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകും എല്ലായിടത്തും. അങ്ങനെ നശിച്ചു പോകാൻ കാര്യം പ്രോപ്പർ ഇറിഗേഷൻ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് നശിച്ചു പോകുന്നത്. നമുക്കിവിടെ അങ്ങനൊരു വിഷയം ഉദിക്കുന്നില്ല. കൃത്യമായിട്ടുള്ള വാട്ടറിങ് സിസ്റ്റമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.